ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമുക്ക് ഇന്നൊരു ചോക്ലേറ്റ് ഗണാഷി റെസിപ്പി കണ്ടാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ മിൽക്ക് കോമ്പൗണ്ട് 250 ഗ്രാം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡാർക്ക് കോമ്പൗണ്ട് 250 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി മിക്സ് ആക്കിയാണ് ഞാൻ സാധാരണ ഗണാഷി റെസിപ്പി ചെയ്യാറുള്ളത്. പിന്നെ അതുപോലെ തന്നെ അമൂലിൻ്റെ ഫ്രഷ് ക്രീം 250 ml ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ 1 കിലോ കേക്കിനുള്ള ഒരു വെയിറ്റ് നമുക്ക് കിട്ടുന്നതാണ്. അത് ചൂടാക്കണം. ജസ്റ്റ് സിമ്മിലിട്ട് വേണം സ്റ്റൗവിലാണെങ്കിൽ ചൂടാക്കാൻ. ഇൻഡക്ഷൻ കുക്കറിലാണെങ്കിൽ നമുക്ക് 80-ലിട്ട് ജസ്റ്റ് ചൂടായതിന് ശേഷം ടേൺ ഓഫ് ചെയ്യാം. ടേൺ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാർക്ക് കോമ്പൗണ്ടും മിൽക്ക് കോമ്പൗണ്ടും കൂടി ആഡ് ചെയ്യാം. ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. അല്ലെങ്കിൽ നമുക്കൊരു 5 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് മിക്സാക്കാം. ഞാനിപ്പോൾ ഡയറക്റ്റ് അങ്ങ് മിക്സാക്കി എടുക്കുകയാണ്. ഇങ്ങനെ കുറച്ച് നേരം ഇളക്കിയതിന് ശേഷം ഇൻഡക്ഷൻ കുക്കറിൻ്റെ ചൂടും പാത്രത്തിൻ്റെ ചൂടും ക്രീമിൻ്റെ ചൂടും എല്ലാം കൂടി അതങ്ങോട്ട് ഉരുകി കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതൊരു അരിപ്പയിലൂടെ അരിച്ചെടുക്കുകയാണെങ്കിൽ ഇത് ഐസിങ് ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും. അല്ലെങ്കിൽ ഈ ചോക്ലേറ്റിൻ്റെ പാർട്സൊക്കെ കാണും, അത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അരിച്ചെടുക്കുന്നത്. അതിനുശേഷം നമുക്കിത് ഓവർനൈറ്റ് അടച്ച് വെക്കണം. അല്ലെങ്കിൽ രാവിലെ ഒരു 6 മണി 7 മണിക്ക് നമ്മളിത് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു വൈകുന്നേരം ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ നമുക്കിതെടുത്ത് ഫ്രോസ്റ്റിങ് ചെയ്യാൻ പറ്റും. അത് ഞാനിപ്പോൾ ഇത് അടച്ച് വെക്കുകയാണ്. ഇപ്പോൾ നല്ല ലൂസാണ് ഈ ചോക്ലേറ്റ് ഗണേഷ്. ഇത് റൂം ടെമ്പറേച്ചറിൽ തന്നെയാണ് കീപ്പ് ചെയ്യേണ്ടത്. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമുക്കത് എടുത്ത് മാറ്റി വയ്ക്കുക. അതിന് ശേഷം നമുക്ക് സ്പഞ്ച് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലിട്ടൊരു 1/4 കപ്പ് കൊക്കോ പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്, അതായത് 4 ടേബിൾ സ്പൂൺ. അതിനുശേഷം ഞാൻ ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ, സാൾട്ട് 1/8 ടീസ്പൂൺ ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. 2-3 പ്രാവശ്യം നന്നായിട്ട് അരിച്ചെടുക്കാം. ഞാനിവിടെ ഒരു പ്രാവശ്യമാണ് കാണിക്കുന്നുള്ളൂ. ഇത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു ബൗളിലോട്ട് 4 മുട്ട എടുക്കാം. മുട്ട റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. അതുപോലെ തന്നെ ബീറ്ററിൻ്റെ ബ്ലേഡും പാത്രവും എല്ലാം തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം വേണം എടുക്കാൻ. 4 മുട്ട ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് വാനില എസൻസ് ആഡ് ചെയ്യാം. വാനില എസൻസ് ഇവിടെ 1 ടീസ്പൂണാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അതിനുശേഷം ബീറ്റർ 1 ഇട്ടതിന് ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കണം. ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഷുഗർ ആഡ് ചെയ്യാം. പഞ്ചസാര 1/4 കപ്പ് എടുത്തതിന് ശേഷം ഞാൻ പൊടിച്ചതാണ്. അപ്പോൾ അത് 1 കപ്പ് നമുക്ക് കിട്ടും. അത് 3-4 പ്രാവശ്യമായിട്ട് നമ്മൾ ആഡ് ചെയ്യണം. ബീറ്റർ ഈ സമയത്ത് 1 തന്നെയാണ് ഇടേണ്ടത്. ഈ പഞ്ചസാരയെല്ലാം മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബീറ്റർ നമ്പർ 2 പോകേണ്ടത്. ഈ വീഡിയോയിൽ ഞാൻ ബീറ്റ് ചെയ്യുന്നത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ലെങ്ത് കൂടുതലാണ്. ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ലാസ്റ്റത്തെ പൗഡർ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ബീറ്റർ 2 ഇടേണ്ടത്. അതിനുശേഷം 3 നമുക്ക് ഗ്രാജ്വലി കൂട്ടാം. അപ്പോൾ നന്നായിട്ട് അതിൻ്റെ കളറൊക്കെ മാറി ഒരു ക്രീം കളറിലോട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യാം. അത് 2 പ്രാവശ്യമായിട്ട് ആഡ് ചെയ്യുന്നതാണ് നല്ലത്. ഞാനിവിടെ ഒരുമിച്ച് ഒഴിച്ചെന്നുള്ളൂ. ഓയിൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് ബീറ്റർ 1 മിക്സ് ചെയ്തെടുക്കാം. 2-3-4 സെക്കൻഡ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് തവണ ബീറ്റ് ചെയ്യരുത് ഓയിൽ ഒഴിച്ചതിന് ശേഷം. അതിനുശേഷം നമുക്ക് മൈദ ആഡ് ചെയ്യാം. മൈദ ആഡ് ചെയ്യുന്നതിന് വേണ്ടി നമുക്കൊരു സ്പൂൺ ഉപയോഗിക്കാം. സ്പൂണിൽ 2-3-4 തവണയായിട്ട് ഇട്ടതിന് ശേഷം നമുക്ക് വിസ്ക് കൊണ്ട് ക്ലോക്ക് വൈസിൽ ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് മിൽക്ക് ആഡ് ചെയ്യാം. മിൽക്ക് ആഡ് ചെയ്ത് 2 ടേബിൾ സ്പൂണാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് ലാസ്റ്റ് ഞാൻ മൈദ തന്നെയാണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. മൈദ ലാസ്റ്റ് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് ക്ലോക്ക് വൈസ് മെത്തേഡിലും കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലും നമുക്ക് ഇളക്കി കൊടുക്കാം. 7 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ടിന്നാണ് ഞാനിവിടെ ഗ്രീസ് ചെയ്തെടുത്തിരിക്കുന്നത്. സൺഫ്ലവർ ഓയിലിൽ ഗ്രീസ് ചെയ്തതിന് ശേഷം ബട്ടർ പേപ്പർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ബാറ്റർ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ടാപ്പ് ചെയ്യണം. എയർ ബബിൾസ് ഉണ്ടോ എന്ന് നോക്കിയിട്ട്. എയർ ബബിൾസ് ഒരുപാടുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ 10-15 തവണ നമ്മൾ ടാപ്പ് ചെയ്യേണ്ടി വരും. ഓവൻ സെറ്റപ്പ് ഇവിടെ ചൂടായിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഞാൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിരുന്നു ഹൈ ഫ്ലെയിമിൽ. അതിലേക്ക് ഞാൻ ബാറ്റർ ഇറക്കി വെച്ചിട്ടുണ്ട്. അത് അടച്ചതിന് ശേഷം അതിന് മുകളിലൊരു വെയിറ്റ് വെക്കുന്നുണ്ട്. ചൂട് പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് 250 ml കപ്പിൽ 1 കപ്പ് വാട്ടറും 1/2 കപ്പ് ഷുഗർ 125 ml കപ്പിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു പിഞ്ച് സോൾട്ട് ഇട്ടതിന് ശേഷം നന്നായിട്ട് തിളപ്പിച്ച് അരിച്ച് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഒരു 30 മിനിറ്റാണ് ഇത് ബേക്ക് ചെയ്യാൻ എടുത്ത ടൈം. മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരുന്നത്. ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും ബേക്ക് ചെയ്യരുത്. കേക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഈ കട്ട് ചെയ്യുമ്പം ഈ കേക്ക് കമത്തിയിട്ടിട്ടാണ് ഞാൻ സാധാരണ കട്ട് ചെയ്യുന്നത്. ഞാൻ അങ്ങനെ ഒരു ശീലമായതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്.
ഇതാണ് എനിക്ക് കറക്റ്റ് അതിൻ്റെ ഒരു പ്രൊപ്പോർഷൻസ് കിട്ടാറുള്ളത്. കമത്തിയിട്ട് അടിഭാഗത്ത് നമ്മളിങ്ങനെ വരഞ്ഞു കൊടുക്കണം. അതിനുശേഷം കത്തി പതുക്കെ ഉള്ളിലോട്ട് ഇറക്കിയാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. മുകളിൽ ഇങ്ങനെ പിടിക്കുകയും വേണം. മുകളിൽ ഇങ്ങനെ പിടിച്ചില്ലെങ്കിൽ കറക്റ്റ് നമുക്ക് ഷേപ്പ് കിട്ടത്തില്ല. ഇപ്പോൾ കട്ട് ചെയ്യാനൊക്കെ അറിയാത്തവരുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു, ബിഗിനേഴ്സ്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഇത്രയും ലെങ്തായിട്ട് കാണിച്ചിട്ടുള്ളത്. ഇനി നമുക്കങ്ങനെ ഓരോന്നും അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. 3 എണ്ണം അങ്ങനെ ഞാൻ കട്ട് ചെയ്ത് ഇവിടെ എടുത്തിട്ടുണ്ട്. ഷുഗർ സിറപ്പ് ആഡ് ചെയ്യുമ്പോൾ ഷുഗർ സിറപ്പിലോട്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ചോക്ലേറ്റ് ഗനാഷ് നമ്മൾ 12 hours വെച്ചതിന് ശേഷം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ പരുവത്തിലാണ് കിട്ടുന്നത്. ഞാനിത് ബീറ്റ് ചെയ്ത് ഒന്നും എടുക്കുന്നില്ല കേട്ടോ, ഡയറക്റ്റ് ഞാനിത് കേക്കിലോട്ട് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഒരു പൈപ്പിംഗ് ബാഗ് എടുക്കാം. പൈപ്പിംഗ് ബാഗിലോട്ട് നമുക്ക് ഇങ്ങനെ ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കാം. ഒരു ഗ്ലാസ്സിലേക്ക് നമുക്ക് പൈപ്പിംഗ് ബാഗ് ഇറക്കി വെച്ചിട്ട് ഇത് ചെയ്യുന്നതാണ് നല്ലത്. ഇനി നമുക്ക് ഐസിങ് ചെയ്യാം. ഐസിങ് ചെയ്യുന്ന വീഡിയോ മാത്രമാണ് ഞാനിവിടെ കാണിക്കുന്നുള്ളൂ. ലെയറായിട്ട് വെക്കുന്നൊന്നും ഞാനിത് വീഡിയോ എനിക്ക് കിട്ടിയില്ല, എടുത്തപ്പം അത് മിസ്സായിപ്പോയി. നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു പാലറ്റ് നൈഫും കൊണ്ട് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ മുകളിൽ നിന്നാണ് ഐസിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് സൈഡ് കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഒന്ന് നന്നായിട്ട് അതൊന്ന് ലെവലാക്കി എടുക്കാം. ലെവലാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഒരു സ്ക്രേപ്പർ യൂസ് ചെയ്യാം. അത് നിങ്ങളുടെ കയ്യിൽ സ്റ്റീലിൻ്റെ സ്ക്രേപ്പർ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. ഈ ഐസിങ് ചെയ്യുമ്പോൾ നമുക്ക് ലാസ്റ്റ് നമ്മൾ പാലറ്റ് നൈഫ് ഒരു ചൂടുവെള്ളത്തിൽ മുക്കുക. അതിന് ശേഷം നന്നായിട്ട് തുടച്ചെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ലെവൽ നമുക്ക് മുകളിൽ കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. ഇതുപോലത്തെ ഒരു സ്ക്രേപ്പർ കൊണ്ട് ലാസ്റ്റ് നമുക്ക് സൈഡൊന്ന് ലെവലാക്കി കൊടുക്കാം. നിങ്ങൾക്ക് സൈഡ് അത്ര ക്ലീനായിട്ട് കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് ഈ സ്റ്റീലിൻ്റെ ഈ സ്ക്രേപ്പർ നല്ല ഹോട്ട് വാട്ടറിൽ, നല്ല ചൂടുവെള്ളത്തിൽ ഒന്ന് മുക്കിയതിന് ശേഷം ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് ഒന്ന് ലെവലാക്കി കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ പാലറ്റ് നൈഫ് ചൂടുവെള്ളത്തിൽ മുക്കിയതിന് ശേഷമാണ് മോൾ ഭാഗം റെഡിയാക്കി എടുത്തത്. ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് നമുക്ക് സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ പൈപ്പിംഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുകളിൽ ഈ ഒരു ചെറിയ നോസിലാണ് ഞാൻ എടുക്കുന്നത്. അതിനുശേഷം ഞാൻ മുകളിൽ സ്റ്റാർ നോസിലാണിത് ചെറുത്. ഇതിൽ ഞാൻ സ്റ്റാറിൻ്റെ ഒരു ചെറിയ ഫ്ലവർ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് റൗണ്ടിൽ. അതിനുശേഷം സൈഡിൽ ഒരു റിബൺ കെട്ടി കൊടുക്കുന്നുണ്ട്, റെഡ് റിബൺ. അതിനുശേഷം ഞാൻ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളത് അത് എഡിബിളല്ല, ഒരു പേപ്പറിൻ്റെ ആണ്. പേരെഴുതിയിരിക്കുന്നത് ഫോണ്ടനിലാണ്. ഫോണ്ടനിൽ എങ്ങനെ പേരെഴുതുന്നുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഓർഡർ കേക്കായിരുന്നു. ചോക്ലേറ്റ് ലവറായിട്ടുള്ള ഒരു കസ്റ്റമർക്ക് വേണ്ടിയിട്ടുള്ളൊരു കേക്കായിരുന്നു. ഒരു 3-4 വർഷമായിട്ട് ഇവർ കണ്ടിന്യൂസ് നമ്മുടെ കയ്യിൽ നിന്ന് തന്നെയാണ് ചോക്ലേറ്റ് കേക്ക്സ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കേക്കിൻ്റെ വെയിറ്റ് വരുന്നത് 1/200 എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വീഡിയോ.